മോദി സർക്കാരിന്റെ 450 കോടി രൂപ കിട്ടാൻ വി ഡി സതീശൻ സർക്കാർ സാധാരണ ജനങ്ങൾക്ക് മേൽ ചുമത്തുന്നത് 300 കോടി രൂപയുടെ അധിക ബാധ്യത. PMAY പദ്ധതിയിൽ പിണറായി സർക്കാർ ഒഴിവാക്കിയിരുന്ന ഗുണഭോക്തൃ വിഹിതം തിരിച്ചുകൊണ്ടുവരാൻ തീരുമാനം. ഒരാൾ 1 ലക്ഷം രൂപയെങ്കിലും അടയ്ക്കേണ്ടി വരും. നമസ്കാരം. ഏറ്റവും സുപ്രധാനമായ ഒരു വാർത്ത പങ്കുവയ്ക്കാനാണ് നിങ്ങളോടൊപ്പം എത്തിയിരിക്കുന്നത്. നമുക്ക് ആദ്യം ഒരു വീഡിയോ കാണാം. മുമ്പ് വീട് തരുമ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മളെ കയ്യിൽ പൈസ വേണമായിരുന്നു. പക്ഷേ ലൈഫ് ഭവന പദ്ധതി ആദ്യം നമുക്ക് പൈസ തരുന്നുണ്ട് തറ വയ്ക്കാനുള്ള. അപ്പോൾ ഒരു കാരണവശാലും നമ്മൾ കട എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഓരോ ഘട്ടവും പണി പൂർത്തീകരിക്കുമ്പോൾ അതൊന്ന് ഫോട്ടോ എടുത്ത് VOനെ കാണിക്കണം. അതുപോലെ ബാങ്കിൽ പോയിട്ട് പൈസ ഒപ്പിട്ട് വാങ്ങിയിട്ട് അത് കൊടുക്കണം. ഈ ഒരു കാര്യം മാത്രമേ ഈ ഒരു വീട് നിർമ്മാണ പദ്ധതിയിൽ ഞാൻ അറിഞ്ഞിട്ടുള്ളൂ. സമൂഹത്തിലെ ഏറ്റവും സാധാരണക്കാരായ ജനങ്ങളെ ഉദ്ദേശിച്ചുള്ളതാണ് PMAY പദ്ധതിയും ലൈഫ് പദ്ധതിയുമെല്ലാം. സ്വന്തമായി വീട് നിർമ്മിക്കാൻ ശേഷിയില്ലാത്തവർക്ക് വീട് നിർമ്മിച്ചു നൽകുന്ന പദ്ധതിയാണ് ഇതെല്ലാം. ഈ പദ്ധതിയിൽ ഗുണഭോക്തൃ വീതം കണ്ടെത്തുക എന്നത് സാധാരണക്കാരനെ സംബന്ധിച്ച് ശ്രമകരമായ ഒരു ജോലിയാകും. അതുകൊണ്ടാണ് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലം മുതൽ PMAY പദ്ധതി ലൈഫ് പദ്ധതിയുമായി യോജിപ്പിച്ച് നീക്കിയത്. PMAY ലൈഫ് പദ്ധതിയിൽ ഗുണഭോക്തൃ വിഹിതം ഉണ്ടായിരുന്നില്ല. ഗുണഭോക്താവ് ഒരു പൈസയും വീട് നിർമ്മിക്കാനായി ചെലവഴിക്കേണ്ടി വന്നിരുന്നില്ല എന്ന് ചുരുക്കം. ആ തീരുമാനമാണ് ഇപ്പോൾ വി ഡി സതീശൻ സർക്കാർ അട്ടിമറിക്കുന്നത്. മുഖ്യമന്ത്രി വി ഡി സതീശനും തദ്ദേശ മന്ത്രി KM ഷാജിയുമെല്ലാം ചേർന്ന് ആ തീരുമാനം അട്ടിമറിക്കാനുള്ള ധാരണയിൽ എത്തിയിരിക്കുന്നു. ഗുണഭോക്തൃ വീതം വേണമെന്ന മോദി സർക്കാരിൻ്റെ തിട്ടൂരത്തിന് മുന്നിൽ വി ഡി സതീശനും KM ഷാജിയുമെല്ലാം കീഴടങ്ങി എന്ന് വേണം കരുതാൻ. ലീഗ് നേതാവും തദ്ദേശ മന്ത്രിയുമായ KM ഷാജിയുടെ ഓഫീസിറക്കിയ വാർത്താക്കുറിപ്പ് കൂടി നമുക്ക് കാണാം. പ്രധാനമന്ത്രി ആവാസ് യോജന നഗരം പദ്ധതിയുടെ 2ാം ഘട്ടം സംസ്ഥാനത്ത് നടപ്പിലാക്കാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. ഇതിനായി സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരുമായി ധാരണാപത്രം ഒപ്പുവയ്ക്കും. ഇതോടെ സംസ്ഥാന സർക്കാരിന് അർഹതാ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്തെ ഏകദേശം 30,000 പേർക്ക് പ്രധാനമന്ത്രി ആവാസ് യോജന നഗരം 2 പദ്ധതി പ്രകാരം വീട് നിർമ്മിച്ചു നൽകാനാകും. പദ്ധതി സംസ്ഥാനത്ത് നടപ്പിലാക്കാത്ത പക്ഷം കേന്ദ്രവിഹിതമായി ലഭിക്കേണ്ട 450 കോടി രൂപ സംസ്ഥാന സർക്കാരിന് നഷ്ടപ്പെടുന്ന സാഹചര്യം ഒഴിവാക്കാനാണ് പദ്ധതിയിൽ ഒപ്പുവയ്ക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ പുതുക്കിയ മാനദണ്ഡങ്ങൾ പ്രകാരം പദ്ധതി തുകയുടെ 25% ഗുണഭോക്താവ് കണ്ടെത്തണമെന്നാണ് വ്യവസ്ഥ. ഒരു ഭവൻരഹിത ഗുണഭോക്താവിന് അനുവദിച്ചു വരുന്ന ആകെ തുകയായ 4 ലക്ഷം രൂപയിലേക്ക് സംസ്ഥാന സർക്കാരും 1 ലക്ഷം രൂപ ധനസഹായം അനുവദിക്കേണ്ടതുണ്ട്. കേന്ദ്ര സർക്കാർ 1.5 ലക്ഷം രൂപയും നൽകും. ബാക്കി വിഹിതം നഗരസഭയും ഗുണഭോക്താവും കണ്ടെത്തണം. സംസ്ഥാനത്ത് നിലവിൽ നടപ്പിലാക്കി വരുന്ന PMAY നഗരം ലൈഫ് പദ്ധതി പ്രകാരം സ്വന്തമായി സ്ഥലമുള്ള ഭവൻരഹിത ഗുണഭോക്താക്കൾക്ക് ഒരു ഭവനത്തിനാകെ 4 ലക്ഷം രൂപ ധനസഹായമാണ് അനുവദിച്ചു വരുന്നത്. ഇതിൽ 1.5 ലക്ഷം രൂപ കേന്ദ്ര സർക്കാർ വീതവും 50,000 രൂപ സംസ്ഥാന സർക്കാർ വീതവും 2 ലക്ഷം രൂപ നഗരസഭാ വീതവുമാണ്. ഒന്നാം ഘട്ടം 2026 സെപ്റ്റംബർ 30 പൂർത്തിയാകുന്ന സാഹചര്യത്തിലാണ് 2ാം ഘട്ടം ആരംഭിക്കാനുള്ള നടപടികൾക്ക് മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകിയത്. അതായത് പദ്ധതിയിൽ ഒരാൾക്ക് ലഭിക്കുക 4 ലക്ഷം രൂപയാണ്. ഇതിൻ്റെ 25% ഗുണഭോക്തൃ വിഹിതം, അതായത് 1 ലക്ഷം രൂപയെങ്കിലും ഗുണഭോക്തൃ വിഹിതമായി അടക്കണം. 30,000 വീടുകൾക്ക് കേന്ദ്ര വിഹിതമായി ആകെ ലഭിക്കുക 450 കോടി രൂപ. ഗുണഭോക്തൃ വിഹിതമായി ലഭിക്കുക 300 കോടി രൂപ. മോദി സർക്കാരിന്റെ 450 കോടി രൂപ ലഭിക്കാൻ 300 കോടി രൂപയുടെ അധിക ബാധ്യത സംസ്ഥാനത്ത് വി ഡി സതീശൻ സർക്കാർ പാവപ്പെട്ടവർക്ക് മേൽ അടിച്ചേൽപ്പിക്കുന്നു എന്ന് ചുരുക്കം. പിണറായി സർക്കാർ ഏറ്റെടുത്ത ബാധ്യതയാണ് ഇപ്പോൾ വി ഡി സതീശൻ സർക്കാർ ജനങ്ങളുടെ മേൽ തന്നെ തിരിച്ചേൽപ്പിക്കുന്നത്. PMAYയുടെ നിഷ്കർഷിക്കുന്ന ലോഗോയും വീടുകളിൽ പതിക്കുന്നതിനു വേണ്ടി വി ഡി സതീശനും KM ഷാജിയും ഉൾപ്പെടുന്ന സംഘം തീരുമാനിച്ചു കഴിഞ്ഞു. മോദി എന്താണോ പറയുന്നത് അത് അച്ചട്ടം നടപ്പിലാക്കുകയാണ് വി ഡി സതീശൻ സർക്കാർ ചെയ്യുന്നത്. ഓർക്കണം, ഓരോ വീടും നമ്മുടെ അഭിമാനമാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ലോഗോ വയ്ക്കുന്നതിൽ നിന്ന് ഒഴിവാക്കണമെന്ന് കേരളം ആവശ്യപ്പെട്ട ഒരു കാലമുണ്ടായിരുന്നു. പിണറായി വിജയൻ അക്കാര്യത്തിൽ നിർബന്ധം പിടിക്കുകയും കേന്ദ്രത്തോട് ഏറ്റുമുട്ടുകയും ചെയ്തിരുന്നു. അവിടെയാണ് വി ഡി സതീശൻ സർക്കാർ മോദിക്ക് മുന്നിൽ കീഴടങ്ങുന്നത്.